നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിന്റെ ചില പ്രവർത്തനങ്ങളിൽ ഒരു ഗൂഢ മാഫിയ സംഘം ഇടപെടുന്നു കാലങ്ങളായി. അതായത് അവിടെ എത്തുന്ന പണം അല്ലെങ്കിൽ സ്വർണം, അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ നൽകുന്ന സംഭാവനകൾ, അവിടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർ, അവിടെ എത്തുന്ന രാഷ്ട്രീയ പ്രമുഖർ അല്ലെങ്കിൽ മറ്റു പ്രമുഖർ, ശബരിമലയിലെ പൂജാകർമ്മങ്ങളിൽ ഒഴിച്ച് എല്ലാത്തിലും ഈ ഗൂഢ മാഫിയ സംഘം ഇടപെടുന്നു, നിയന്ത്രിക്കുന്നു. ഇത് പറയുന്നത് കുമ്മനം രാജശേഖരൻ എന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അങ്ങനെ ഇങ്ങനൊന്നും ആരെയും കുറ്റപ്പെടുത്തി പറയാറില്ല. കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ അദ്ദേഹം പ്രതികരിക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. എന്റെ അയൽവാസി, എന്റെ നാട്ടുകാരനാണ്. വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന വ്യക്തിയാണ് രാജേട്ടൻ. അദ്ദേഹത്തെ അന്നും എനിക്കറിയാം, ഇന്നും അറിയാം. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. നിലയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് കർമ്മങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. ശബരിമലയുടെ സുരക്ഷയും ശബരിമല വിഷയങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു നിതാന്തനായ ഭക്തൻ കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു വലിയ മാഫിയ സംഘം നിലകൊള്ളുന്നുണ്ട്, ശബരിമലയെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഇതിൽ CPM-കാരുണ്ട്, CPI-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അതായത് ഏതൊരു പാർട്ടി അധികാരത്തിൽ വന്ന് പുതിയൊരു ബോർഡ് രൂപീകരിച്ചാലും ചില സംഭവങ്ങൾ അവിടെ നടക്കും, നടപ്പിലാക്കിയെടുക്കും എന്നുള്ളതാണ്. ഇത് ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും ചിലയിടങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പകരത്തിന് പൂജയ്ക്ക് പോയി. അവിടെ ചെന്നപ്പം അവിടുത്തെ ഈ കഴകം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അവിടെ ചെന്നപ്പം അവിടെ അടിച്ച് തളിക്കൊക്കെ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് പറഞ്ഞു, ഈ നമുക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം, അതായത് അവിടെ ദക്ഷിണ കിട്ടുന്നതിൽ ഒരു വിഹിതം അവിടെ കഴകക്കാരന് കൊടുക്കണം എന്ന്. അതൊരു മാമൂലാണ്. അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇയാളാണ്. ഇയാൾ പറഞ്ഞാലേ അവിടെ കാര്യങ്ങൾ നടക്കും. അവിടെ ദേവസ്വം ബോർഡിനെയും സബ് ഗ്രൂപ്പ് ഓഫീസറെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ കഴകക്കാരനാണ്. അപ്പം നമ്മൾ കിട്ടുന്നതിൽ ഒരു വിഹിതം ഈ കഴകക്കാരന് കൊടുത്തേ പറ്റും. 3 ദിവസം ഞാൻ പൂജ കഴിച്ചു, ഞാൻ കൊടുത്തില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. കൊടുത്തില്ല. 3ാമത്തെ ദിവസം ഇയാൾ എന്നോട് പറഞ്ഞു, അത് കുഞ്ഞേ, അതിന് ഒരു കണക്കും കാര്യങ്ങളും ഉണ്ട്, അവര് പറഞ്ഞില്ലേ, അതിന്റെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 10 പൈസ തരില്ല. എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയ ദക്ഷിണയാണ്, ഭക്തജനങ്ങൾ തന്നതാണ്. അത് താങ്കൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ എന്ത് വേണം ചെയ്തു. ഞാൻ പകരക്കാരനായി പോയത് കൊണ്ട് എന്നെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം അവിടെ ശാന്തിക്കായിട്ട് സ്ഥിരമായി നിന്ന ആളെ ഒരുപാട് ചീത്ത വിളിക്കുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്തു. ഇയാൾ തന്നെ ഇടപെട്ട് ഇയാളെ ട്രാൻസ്ഫർ ചെയ്യിച്ചു എന്ന് കേട്ടു. അപ്പം അത്തരത്തിൽ ഞാൻ ചെറിയൊരു അനുഭവമാണ് പറഞ്ഞത്. അപ്പം അതിന്റെ എത്രയോ വലിയ ഇത് ഒരു സിംഗിൾ മാഫിയാണ്, ഒരാളുടെ മാഫിയാണ്. അവിടെ ഒരു വലിയ മാഫിയ സംഘം, ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ശബരിമലയിലെ കാര്യങ്ങൾ ഭംഗിയായി നടക്കൂ. K. ജയകുമാറിനെ പ്രസിഡന്റാക്കി മുഖം രക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത്തരം മാഫിയ സംഘങ്ങളെ അവിടെ ഒതുക്കണം. അവിടെ ഇപ്പം ആടിയ നെയ്യ് വിൽപ്പന നടത്തുന്ന പൂജാരിമാര്, ആരായാലും അത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചുകൂടാ. ഒരു തരത്തിലും അവിടെ പൂജാതി കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ എന്തെങ്കിലും ഇടപെടൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ശക്തമായി എതിർക്കപ്പെടണം, ശക്തമായി നിയന്ത്രിക്കപ്പെടണം. K. ജയകുമാർ സാർ ഇതിനകത്ത് കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാടും കാര്യങ്ങളും സ്വീകരിക്കണം. ആ മാഫിയ സംഘം ഇവിടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു മാഫിയ സംഘമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അറിവ്. കാരണം CPM ആണല്ലോ ഭരിക്കുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും പോവുകയാണ്. കുറെ കൂടി കറക്ഷൻ, കുറെ കൂടി ശുദ്ധീകരണം, ഫിൽട്രേഷൻ ശബരിമലയിൽ ആവശ്യമാണ് എന്ന ഒരു അഭിപ്രായമാണ് കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് ഉടനെ നടപ്പിലാവണം എന്നൊന്നുമില്ല. പക്ഷേ അത് നടപ്പിലായെങ്കിൽ മാത്രമേ ശബരിമല ശുദ്ധീകരിക്കപ്പെടൂ. അന്വേഷണമൊക്കെ അതിന്റെ വഴിക്ക് നടത്തിക്കോളും. SITക്ക് അറിയാം. എന്തൊക്കെയായാലും വലിയ ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് ശബരിമല ക്ഷേത്രം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞിരിക്കുന്നത്.